ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ച കാലം മുതൽ പലസ്തീനികൾക്ക് താങ്ങും തണലും അതുപോലെ നിരവധി പലസ്തീനികൾക്ക് അഭയവും നൽകിയ രാജ്യമാണ് ജോർദാൻ. വെടിനിർത്തലിനായി ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയും മധ്യസ്ഥം വഹിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്ത രാജ്യമാണ്. പക്ഷേ ഇറാനിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ആകാശത്തുകൂടി പാഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇസ്രായേലിന് കവചം തീർത്തത് ജോർദാനാണ്. തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് പാഞ്ഞു വന്ന ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ജോർദാൻ മുൻപിൻ നോക്കാതെ തകർത്തു. ഇസ്രായേലി ഫൈറ്ററുകൾക്ക് ഇറാനിയൻ പടക്കോപ്പുകൾ തകർക്കാൻ വേണ്ടി ജോർദാൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശനവും അനുവദിച്ചു. ജോർദാൻ തലസ്ഥാനമായ അമ്മാന്റെ ആകാശത്ത് ഇറാനിയൻ ഡ്രോണുകളും മറ്റ് പടക്കോപ്പുകളും ഒക്കെ ഇസ്രായേലി വിമാനങ്ങൾ തകർക്കുന്ന കാഴ്ച മണിക്കൂറുകളോളം നീണ്ടു നിന്നുവെന്നാണ് നഗരവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ജോർദാനിന്റെ ഔദ്യോഗിക വിശദീകരണം പ്രകാരം ഇറാന്റെ ഡ്രോണുകൾ തകർത്തത് ഇസ്രായേലിനെ സഹായിക്കാനല്ല, മറിച്ച് സ്വയരക്ഷാർത്ഥമാണ് എന്നായിരുന്നു. ഇസ്രായേലിന് ജോർദാന്റെ മാത്രമല്ല സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെയും സഹായം ലഭിച്ചുവെന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാനിന്റെ ആക്രമണ പദ്ധതികൾ സംബന്ധിച്ച രഹസ്യ വിവരങ്ങളെല്ലാം ഇസ്രായേലിന് സൗദിയും UAEയും വഴി ചോർന്നു കിട്ടിയിട്ടുണ്ടാകണം. ഒരു വലിയ യുദ്ധം സംഭവിക്കുന്നത് താൽക്കാലികമായെങ്കിലും ഒഴിവായി പോയതിൽ അറബ് രാജ്യങ്ങളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിനേക്കാളേറെ ഇറാനിന്റെ ആക്രമണം ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കാതെ നോക്കുന്നതിലാണ് ഇത് പ്രതിഫലിച്ചത്. ഇത് ഈ മേഖലയിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പരസ്പര സഹകരണത്തിന്റെ വലിയൊരു വഴി തുറക്കാമെന്നും പാശ്ചാത്യ മാധ്യമങ്ങളുടെ അനുമാനമുണ്ട്. ഇറാനിന്റെ ആക്രമണം ഇസ്രായേലിന് അറബ് ലോകത്തുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇതിന്റെ രത്നച്ചുരുക്കം. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാൻ. ഗാസയിലെ ഇസ്രായേലി സൈനിക നീക്കത്തെ തുടക്കം മുതൽ ജോർദാൻ വിമർശിക്കുന്നുമുണ്ട്. എന്നാൽ ഇറാന്റെ നീക്കത്തെ ചെറുത്തു തോൽപ്പിച്ചതിലൂടെ മേഖലയിൽ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് ജോർദാനും അബ്ദുള്ള രണ്ടാമൻ രാജാവും ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. സൗദിയുടെ കാര്യം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയെ ഒരു വിധേനയും സൗദി അംഗീകരിക്കുന്നില്ല. സ്വന്തം നിലയിൽ ധീരമായ നിലപാടുകളാണ് രാജ്യാന്തര ഇടപെടലുകളിൽ സൗദി സ്വീകരിക്കാറുമുള്ളത്. കുറച്ചുകാലമായി ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സൗദിക്കും താല്പര്യമുണ്ടായിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ മുന്നേറുന്നതിനിടെയായിരുന്നു ഗാസയിലെ ഇസ്രായേലി യുദ്ധം. ഇതോടെ ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ സൗദി മന്ദഗതിയിലാക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേലിന് നേരെ ഇറാൻ തിരിഞ്ഞപ്പോൾ അതിനെ തോൽപ്പിക്കാനുള്ള നയപരമായ നടപടികൾ തന്നെയാണ് സൗദിയും സ്വീകരിച്ചത്. ഇനി അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇറാനെ പിന്തുണച്ചില്ല എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളുണ്ട്. അതിൽ പ്രധാനം സുന്നി ഷിയ ഭിന്നത തന്നെയാണ്. ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഇറാൻ ആകട്ടെ ഷിയ ഭൂരിപക്ഷ രാജ്യവുമാണ്. ഷിയാകളും സുന്നികളും തമ്മിലുള്ള ഭിന്നതയും തർക്കവുമെല്ലാം ഈ രാജ്യങ്ങളുടെ ഇടയിലുമുണ്ട്. ഷിയാക്കൾക്ക് പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിൽ ഇറാൻ നൽകുന്ന പിന്തുണയും ഇതിനൊപ്പം നോക്കേണ്ടിയിരിക്കുന്നു. പോരാതെ ഇസ്രായേൽ അതിർത്തിയിലുള്ള രാജ്യങ്ങളാണ് ഇവയിൽ പലതും. പ്രോക്സികൾ എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് ഇറാന്റെ സാമ്പത്തിക, സൈനിക, ലോജിസ്റ്റിക്കൽ സഹായങ്ങൾ എക്കാലത്തും ലഭിച്ചിട്ടുമുണ്ട്. ഇവർ ഇപ്പോഴും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിനോട് പോരാടുകയും ചെയ്യുന്നവരാണ്. യമനിലെ ഹൂതി വിമതർ, ലെബനനിലെ ഹിസ്ബുള്ള എന്നിവർ ഉദാഹരണം. ഹമാസിന് പക്ഷേ സുന്നി മേൽക്കോയ്മയാണുള്ളത്. എങ്കിലും ഇറാൻ ഇവരെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും ഇങ്ങനെയൊരു യുദ്ധമുനമ്പിൽ ഇറാനൊപ്പം നിൽക്കുന്നില്ലെന്നും പശ്ചിമേഷ്യയുടെ സമാധാനം കളഞ്ഞൊരു നീക്കത്തിനും അവർ പിന്തുണ നൽകുന്നില്ലെന്നുമാണ് ഈ ദിവസങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്.